കേരളത്തിൽ അത്തരത്തിലുള്ളതിനേക്കാൾ കവിഞ്ഞ് വേറൊരു പ്രസക്തിയും കൂടെ. ഇവിടെ എല്ലാ കാലത്തും ഹിന്ദു ഐക്യത്തിനെ തകർക്കുന്ന ഒരു നിലപാട് വളരെ ശക്തമായി നിലനിന്നിരുന്നു. ഞങ്ങൾക്ക് മാത്രം ഒരിക്കലും ഒരു ആനുകൂല്യം ഈ ഹിന്ദു എന്ന് പറഞ്ഞ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതാണ്ട് ദ്രോഹമായിട്ടാണ് പറയുന്നത്. അതെ അതെ. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിലൊരു വർഗീയ ചിത്രമാണ് കാണുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഐക്യങ്ങളൊക്കെ മുകൾ തട്ടിലായിരുന്നു. ഓക്കെ. ഇപ്പോൾ മന്നത്ത് പത്മനാഭനും ആർശങ്കറും നടത്തിയതായാലും വെള്ളാപ്പള്ളിയും സുമാരൻ നായരും നടത്തിയതായാലും ടോപ്പിൽ നിന്നാണ്. അപ്പം അതിന് താഴേക്ക് പോകാവുന്നതിനൊരു ലിമിറ്റുണ്ട്. ഇത് താഴേന്ന് ചേർത്ത് വരുന്ന ഒരു ബേസ്മെന്റിൽ നിന്നുകൊണ്ട് വരുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലയിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. LDF ആയാലും UDF ആയാലും BJP ആയാലും ഒരു പൊതു തത്വം. ഇപ്പൊ ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത അതാണ്, ഒരു പൊതു തത്വം ഉണ്ടായാൽ അവർ അംഗീകരിക്കും. എല്ലാവർക്കും കൊടുക്കുന്ന ഏതാണ്ട് ഒരുപോലത്തെ ഷെയർ ആണെന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നെ വിരോധമൊന്നും വരാൻ കഴിയില്ല. ഒരു അൺഡ്യൂ ഫേവറിലേക്ക് പലപ്പോഴും ഹിന്ദുവിന്റെ ആവശ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞങ്ങൾ ഒരു വിഷയം ചർച്ച ചെയ്തു ടോക്കിംഗ് പോയിന്റിൽ. അതായത് വളരെ സൈലൻ്റായി ഹിന്ദു ഏകീകരണ നീക്കം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്ന്, കേരളത്തിലും അത് നടക്കും എന്ന്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായി താഴെ തട്ടിൽ നടക്കുന്നുണ്ട്, വലിയ ബഹളമൊന്നും ഇല്ലാതെ തന്നെ. എന്താണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ നടക്കുന്നത്? പരിശോധിക്കാൻ നമുക്ക്. നമ്മുടെ പുഞ്ചേരിക്കാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ടോക്കിംഗ് പോയിന്റിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഒരു ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടിയുള്ള നീക്കം നമ്മുടെ നാട്ടിലും നടക്കുമെന്ന്, അതിനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, SNDP NSS ഐക്യം പൊളിഞ്ഞപ്പോഴാണ് നമ്മൾ അത് സംസാരിച്ചത്. അതെ, SNDP NSS ഐക്യ ശ്രമം വീണ്ടും തോൽക്കുകയായിരുന്നു. പലവട്ടം മുൻപ് തോറ്റിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് പരാജയപ്പെട്ടു. അതിനിടയിലാണ് അങ്ങ് പറഞ്ഞത് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏത് തരത്തിലുള്ള നീക്കം? ആരാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്? ആരൊക്കെയാണ് ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ളത്? അത് ഇന്ത്യ മൊത്തം നടക്കുന്ന ഒരു നീക്കമാണ്. അതിൽ RSSന്റെ ഒരു വലിയ നേതൃത്വമുണ്ട്. അവർ ഹിന്ദു ഏകതാ സെമിനാറുകൾ, ഇന്ത്യയിലെ സമ്മേളനങ്ങൾ ഇന്ത്യയിലെ ഏതാണ്ട് 89,000 പ്രദേശങ്ങളിൽ നടത്തുകയാണ്, വാർഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ. അതിൽ കേരളവും ഉൾപ്പെടുന്നു. പക്ഷെ കേരളത്തിൽ അത് കുറെ കൂടെ ശക്തമായി ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നടത്താൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുവരെയും അത്തരത്തിൽ ജാതിയുടെ പേരിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക്, ജാതീയമായ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയിട്ടില്ല. എല്ലാവരും മാത്ര ഒരേ മനസ്സോടുകൂടി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ NSS ഉണ്ട്, SNDP ഉണ്ട്. അങ്ങനെ ഓരോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറേയേറെ പ്രവർത്തനങ്ങളും സംഘടനകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഹിന്ദു ഐക്യം എന്ന പേരിൽ, അല്ലെങ്കിൽ ആ ഐക്യം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെല്ലാം ഒരുമിച്ചിറങ്ങി പ്രവർത്തിക്കുന്ന രീതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ചെറിയ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇറങ്ങിയാൽ നമ്മുടെ നാട്ടുകാരെല്ലാം ഈ ജാതിയുടെ പേരിൽ അങ്ങ് ഒന്നിച്ച് നീങ്ങേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട് എന്നിപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ തോന്നിയിട്ടുണ്ട്. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഹിന്ദുക്കൾ പലതായി ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നതിന് പല ഘടകങ്ങൾ അനുകൂലിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ തന്നെ അങ്ങനെയാണ്. ഏതാണ്ട് AD 700-കൾക്ക് ശേഷം ഈ മുസ്ലിം ആധിപത്യം കുറേശ്ശെ ആദ്യം ട്രേഡായിട്ട് വന്നു. പിന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ ഗുജറാത്തിലെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ട്രേഡ് നടത്തി. പിന്നെ അവിടെ കീഴടക്കുന്ന ഒരു ചെറിയ രീതികളൊക്കെ വന്നെങ്കിലും AD 1000 കൂടി ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള അതിൻ്റെ ആ ഒരു വ്യാപനം ഉണ്ടായി. അത് 1526 വരെ പോയി. അത് കഴിഞ്ഞിട്ട് മുഗൾ വംശം വന്നു. മുഗൾ രാജാക്കന്മാരുടെ ഒരു കാലമായി. അത് ഏതാണ്ട് ഇന്ത്യ ഏകദേശം നോർത്ത് ഇന്ത്യ മൊത്തം വ്യാപിക്കുന്ന വിധത്തിലും സൗത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളിലേക്ക് എത്തുന്ന വിധത്തിലും വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1857 മുതൽ 1947 വരെ ബ്രിട്ടീഷുകാരുടെ കാലം. അത് പൂർണ്ണമായിട്ടും ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്ന വിധത്തിൽ, കാസ്റ്റ് ആയാലും ഏത് വിധത്തിലായാലും ഡിവൈഡ് ചെയ്യുന്ന വിധത്തിനെ കൊണ്ടുപോയി. പക്ഷേ ഞാൻ പറയാൻ കാര്യം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ
നമ്മുടെ അനാചാരങ്ങളും നമ്മുടെ അനഭിലഷണീയമായ സമൂഹത്തിലെ കാര്യങ്ങളും രീതികളും മാറ്റണമെങ്കിൽ ആരാണ് നമുക്കത് ചെയ്തു തരേണ്ടത്? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വേണ്ടേ? അതെ. അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് AD 700-കൾക്ക് ശേഷം 1947 വരെയും ഉണ്ടായിട്ടില്ല. 47-ന് ശേഷം ഏതാണ്ട് 2000 വരെയും 2000-ന് അടുപ്പിച്ച് വരെയും കോൺഗ്രസും തുടർന്ന് വന്നിരുന്ന നയം ഇത് തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ സാർ, അപ്പം ഈ 47 വരെയുടെ കാര്യം സാർ പറഞ്ഞു. അതെ. അതുവരെ സാർ ഉദ്ദേശിച്ചത് അതായത് ചാതുർവർണ്ണ്യം ിൽ ഉണ്ടായിരുന്നു. ആ വേർതിരിവ്, ആ വേലിക്കെട്ട് നമ്മളെ വേർതിരിച്ച് നിർത്തിയിരുന്നു. തീർച്ചയായിട്ടും പരസ്പരം അകറ്റി നിർത്തിയിരുന്നു. ഒട്ടേറെ നീച പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിന്റെ പേരിലൊക്കെ തന്നെ ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് അന്നത്തെ അധികാരവർഗം കൂടുതൽ അകറ്റാനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ്. കൂടുതൽ അകറ്റാനുള്ള ശ്രമം നടത്തിയെന്ന് മാത്രമല്ല, ഇതിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയില്ല. ഇതൊരു അനാചാരമാണ്, ഇത് ആവശ്യമില്ലാത്തതാണ്, സമൂഹത്തിൽ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്നതിന് പകരം ഇതിന് എരുതി ഇട്ട് കൊടുക്കുന്ന പല നടപടികളുമാണ് ഈ വിദേശ റൂളർമാരെല്ലാം ചെയ്തു വന്നിരുന്നത്. അതിന്റെ ഫലം ബ്രിട്ടീഷുകാരത് വളരെ ഏറ്റവും തീവ്രമായിട്ട് ഉപയോഗിച്ചിരുന്നു, ഭംഗിയായി ഉപയോഗിച്ചിരുന്നു. ബ്രാഹ്മിൻസിനെയും ക്ഷത്രിയന്മാരെയും മറ്റ് അപ്പർ കാസ്റ്റിലുള്ളവരെയും സർക്കാരിന് ജോലി കൊടുക്കുകയും അവരെ മറ്റുള്ളവരെ പീഡിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ചട്ടകമായിട്ടും വരെ ഉപയോഗിച്ചിരുന്നു. ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഡിവിഷൻ ഓഫ് ലേബർ ആയിരുന്നു. അത് പിന്നീടാണ് അതിന്റെ ആ സംശുദ്ധി പോയത്. അത് ആദ്യം ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ടൊന്നും എല്ലാവർക്കും ഈക്വാളിറ്റി ഉണ്ടായിരുന്നുവെങ്കിലും അത് വളരെ താമസിയാതെ തന്നെ അത് ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന താഴ്ന്ന ആളായി മാറുന്ന ഒരു സിസ്റ്റം വന്നു. കർമ്മധർമ്മ ഇതിനെ അടിസ്ഥാനമാക്കി അത് വേർതിരിക്കുന്ന ഒരു ശൈലിയിലേക്ക് വന്നപ്പോഴാണ് ഏതാണ്ട് 1-2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണക്ക്, പ്രത്യേകിച്ച് ശൂദ്രർ വളരെ മോശമായ ഒരു വിഭാഗമായിട്ട് മാറുകയുണ്ടായി. ഇതിനെ ഒരിക്കൽ പോലും നമ്മുടെ ഈ ഇന്ത്യ ചരിത്രത്തിൽ AD 700 മുതൽ ഏതാണ്ട് ഈ അടുത്ത കാലം വരെയും ഇതിങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. 47-ന് ശേഷം നമുക്ക് ഭരണം കിട്ടിയിട്ട് പോലും അതിന് കാലികമായൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അംബേദ്കറിൻ്റെയൊക്കെ എഫേർട്ട് ഉണ്ടെങ്കിൽ അത് ജോബ് റിസർവേഷൻ അടക്കമുള്ള ചില കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അംബേദ്കറിന് വലിയ അമർഷമുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ശക്തമായ പ്രതിഷേധവും പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം അക്കാലങ്ങളിലൊക്കെ അത് ശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെട്ടില്ല എന്നും ഒരു അഭിപ്രായമുണ്ട് സാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നെഹ്റു ഒക്കെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യായിരുന്നല്ലോ. പട്ടേലിനെയും അംബേദ്കറെയൊക്കെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്തിരുന്നതാണ്. അവരെയൊക്കെ ഇപ്പോൾ BJP സർക്കാരുകൾ വന്നതിന് ശേഷമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് ഒരു വ്യക്തമായ ഒരു സൂചനയും നമുക്ക് കാണാവുന്നതാണ്. അത് ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് പോയിരുന്നത്. ആവശ്യത്തിന് മാത്രം അംബേദ്കർ ദിനം ആചരിക്കുക, അത് ഒരു വോട്ട് ബാങ്കിന്റെ ഭാഗമായുള്ള ഒരു പ്രക്രിയ മാത്രമായിട്ടാണ് അത് കൊണ്ടുപോയത്. ഞാൻ ചോദിച്ചോട്ടെ സാർ, അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഡിവിസീവ് ആയിട്ടുള്ള നിലപാടുകളെ തച്ചുടയ്ക്കുവാൻ വേണ്ടി, എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി എന്നാണോ അങ്ങ് പറയുന്നത് ഈ തരത്തിലുള്ള ഈ ഒരു നീക്കം നടക്കുന്നത്? ഒന്നിച്ച് നിർത്തുക എന്ന് മാത്രമല്ല, അതിലെ ഈ വ്യത്യാസങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്, അതായത് ഈ ഡിവിഷന് മുറിവ് പിന്നെ മുളക് തേക്കുന്ന പ്രക്രിയയാണ് ഞാൻ ഈ പറഞ്ഞ മുഗൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സുൽത്താനേറ്റുകൾ, അത് കഴിഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാരൊക്കെ ചെയ്തിരുന്നത്. അവരിതിനെ സൗകര്യപൂർവ്വം തങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി ആ സന്ദർഭത്തിനനുസരിച്ച് ഇത് വലിയ ഒരു ഡിവിഷനാക്കി മാറ്റിക്കൊണ്ട് ഒരു ചെറിയ മേൽ വിഭാഗത്തിനെ കൊണ്ട് മറ്റവരെ ചവിട്ടി അഴയ്ക്കുന്ന ഒരു രീതി അന്ന് നിലനിർത്തിയിരുന്നു. അപ്പോൾ ഒരിക്കലും അത് മാറില്ല സമൂഹത്തിലെ ഇത്തരം അനീതികളും തെറ്റുകളും മാറ്റണമെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്? അത് ഭരണകർത്താക്കളാണ് ചെയ്യേണ്ടത്. ആ ഭരണകർത്താക്കൾ ആരായിരിക്കണം? ഇതെല്ലാവരും ഇന്ത്യക്കാരാണെന്നും ഇവരെ എല്ലാവരെയും ഒന്നാക്കി മാറ്റണമെന്നുമുള്ള വിഷനുള്ള ഭരണകർത്താക്കൾ വരണ്ടേ? ആ ഭരണകർത്താക്കൾ വരാത്തതായിരുന്നു ഈ പ്രശ്നമുണ്ടായത്. അത് സ്വാതന്ത്ര്യാനന്തരവും ഇങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ബ്രാഹ്മിൻസിനും ഠാക്കൂറിനും മറ്റും അങ്ങനത്തെ ഉള്ള ജന്മിത്വ വ്യവസ്ഥിതി നിന്ന നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെല്ലാം ഇവരെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് വെക്കുക. ഇവരുടെ കൃഷിസ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന പാവങ്ങളെ ഈ ആടിനെ മേച്ചുകൊണ്ട് പോകുന്നതല്ല, ഇലക്ഷൻ സമയത്ത് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുക. നിങ്ങളുടെ അവിടെ എത്ര ജോലിക്കാരുണ്ട് കർഷകരായിട്ട്? അവർ 500 പേരുണ്ട്. അവരെ എല്ലാം നാളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചേക്കണം കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ ആരാണ് അപ്പോൾ അവിടെ ആ ഭാഗത്ത് ഭരിക്കുന്നത് അപ്രമാദത്തുള്ള അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തിട്ട് ഇത് മാറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഇവരെ ചൂഷണം ചെയ്യാനുള്ള സന്ദർഭങ്ങൾ വീണ്ടും നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ബീഹാർ മാറിയതും UP മാറിയതും ഒക്കെ വലിയ മാറ്റമായിട്ട് ഇപ്പോൾ പലർക്കും തോന്നുന്നത്. ആ ഒരു
മോശം അവസ്ഥ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് വരെ ഉണ്ട്. അവർക്ക് റോഡില്ല, വെള്ളമില്ല, Yes. വൈദ്യുതി ഇല്ല. ശരിയാണ്, ശരിയാണ്. ആ ഒരു പിന്നെ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടിയത് പോലും ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് 2014 ശേഷം 19 കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ട് നമ്മൾ ഈ ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 2 വിഭാഗങ്ങളെ ഇന്ത്യയിൽ പാടുള്ളൂ. ഒന്ന് പിന്നെ പണമുള്ളവരും പണമില്ലാത്തവരും. അത് പിന്നീട് നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സ്റ്റേജിൽ, അതായത് AD 2047 കൂടി ഇന്ത്യ ഒരു പവർഫുൾ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള രാജ്യമായി മാറുമ്പോൾ അതും നമുക്ക് മാറ്റി യൂറോപ്പിനൊപ്പം എത്തുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളൊരു കൺസെപ്റ്റോടെയാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചെയ്യും. അതിൽ ആദ്യത്തേത് ഇപ്പോൾ 100ാം വാർഷികം RSS ആഘോഷിക്കുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടത്തുകയാണ്. അല്ല, എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ സംശയം. അല്ല, അതിന് പൊളിറ്റിക്കൽ നേട്ടത്തിനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഏതാണ്ട് ആ വിധത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ അതിനകത്തല്ലാത്ത ഒരു വിഷയവും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടെ ഇത്തരം അസമത്വങ്ങൾ നിൽക്കാതെ ഇനിയും അങ്ങനെ തങ്ങളുടെ വോട്ട് ബാങ്കിനെ ആരെങ്കിലും ഡിവൈഡ് ചെയ്യാതിരിക്കാൻ, ഇത് കാസ്റ്റോ ക്രീഡോ അല്ലെങ്കിൽ അതിലെ സെപ്പറേറ്റ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ ഡിവൈഡ് ചെയ്യാതിരിക്കാനും കൂടുതൽ ശ്രമം നടത്തുന്നുണ്ട്. അത് ശരിയാണ്. അത്തരത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്കിൽ വേറെ ആരും മുമ്പ് ചെയ്തിരുന്ന പോലെ ഇനി ഒരെണ്ണം ഉണ്ടാകും. ഒരു ഡിവിഷീവ് ഫോഴ്സ് വന്ന് ഇവരെ തട്ടിമാറ്റരുത്. പക്ഷെ കേരളത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ അത്തരത്തിലുള്ളതിനേക്കാൾ കവിഞ്ഞ് വേറൊരു പ്രസക്തിയും കൂടെ ഉണ്ട്. ഇവിടെ എല്ലാ കാലത്തും ഹിന്ദു ഐക്യത്തിനെ തകർക്കുന്ന ഒരു നിലപാട് വളരെ ശക്തമായി നിലനിന്നിരുന്നു. അത് നമ്മൾ 1950-ൽ മന്ത്രിപത്മനാഭനും R. ശങ്കറും ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയപ്പോൾ കണ്ടതാണ്. അന്ന് ആ ശ്രമത്തിനെ തുലയ്ക്കുക മാത്രമല്ല, ഇവരെ രണ്ടുപേരും തീവ്രവാദികളായിട്ട് തന്നെ കണ്ടു എന്നുള്ളതാണ്. വർഗീയവാദികളും തീവ്രവാദികളുമായിട്ടാണ് ഇവരെ കണ്ടത്. ഇവര് ഏതോ ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റ് ചെയ്യുന്നു എന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും കണ്ടത്. കാരണം അത് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അവർക്ക് സ്പേസ് ഇല്ല എന്നവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ അവരെ പരാജയപ്പെടുത്തിക്കളാം. അതായത് അന്ന് അവർ തിരിച്ചറിഞ്ഞു അല്ലേ, ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഗുണമുണ്ട്. പ്രമുഖ നേതാക്കളും തിരിച്ചറിഞ്ഞു അവർ വലിയൊരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറുമെന്ന് അവർ തിരിച്ചറിഞ്ഞു, രാഷ്ട്രീയ നേതാക്കൾ. അതെ. അപ്പോൾ അവരും പൂർണ്ണമായ ഒരു ഹിന്ദു ഐക്യത്തിലേക്ക് വന്നില്ലെങ്കിലും പ്രബല 2 വിഭാഗങ്ങളായ NSSഉം SNDPയും, അതായത് ഈഴവനും നായരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ ഹിന്ദുവിലെ പ്രബല വിഭാഗത്തിനെയെങ്കിലും വലിയ തോതിൽ യോജിപ്പിച്ചെടുക്കുന്നതിന് അവർ ശ്രമിച്ചിരുന്നു. എനിക്കൊന്ന് അന്നൊക്കെ മുതലായിരിക്കണം ഈ നായർ വിഭാഗവും ഈഴവ വിഭാഗവും അവരവരുടെ കപ്പാസിറ്റിയിൽ ഒരുമിച്ച് നിൽക്കാൻ ചില അറ്റംപ്റ്റുകൾ നടത്തി തുടങ്ങിയത്. അതിന്റെ ഫലമായി ദേവസ്വം ബോർഡ് പോലുള്ള ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞെന്ന് ഒഴിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല. പിന്നീട് അത് 2ആയി തിരിഞ്ഞു പോവുകയും NSS SNDP 2ആയിട്ട് പോയി, 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് പോയി, പിന്നെ NDPയും SRPയും ഒക്കെ ആയിട്ടൊക്കെ പോകുന്ന കാലമാണ് നമ്മൾ കണ്ടത്. പിന്നീട് അതിനൊരു ശക്തി വന്നത് 1982-ൽ നിലയ്ക്കൽ പ്രശ്നം വന്നപ്പോഴാണ്. അത് രൂക്ഷമായി വരികയും പിന്നെ ക്രിസ്ത്യൻ പള്ളി അവിടെ ശിവക്ഷേത്രത്തിൽ വേണം, നിലയ്ക്കലിൽ വേണം എന്നുള്ള ഒരു മുറവിളി വരികയും അവിടെ ഒരു കുരിശ് കണ്ടെത്തിയതായും ഒക്കെ വന്നപ്പോഴാണ് പിന്നെ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായത്. അതിന് കൂടുതൽ പ്രയോജനം ചെയ്തത് കരുണാകരന്റെ ഒരു വാക്കാണ്. ക്രിസ്ത്യാനികളുമായിട്ട് അദ്ദേഹം നിരന്തരം ചർച്ച ചെയ്യുകയും അവിടെ പിന്നെ സ്പ്ലേസ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ആരിയിരിക്കുന്നു. അപ്പൊ ആ ഒരു കോളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിന് കാരണമാക്കിയത്. പല ഹിന്ദു സംഘടനകളെയും സന്യാസിമാരെയും ഒക്കെ അത്തരത്തിൽ ചിന്തിപ്പിച്ചതും അപ്പോഴാണ്. അതിനുശേഷമാണ് നമ്മുടെ ഈ പിന്നെ ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞൊരു സംവിധാനം ഒക്കെ ഉണ്ടായി വന്നത്. തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുകയും ഇവിടെ 1,10,000 വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷെ അതും പിന്നീട് EMSനെ പോലുള്ളവർ വളരെ ശക്തമായിട്ട് ഇതിനെ തടയാനായിട്ട് ശ്രമിച്ചു. കാരണം ഇത് ശരിയാവില്ല, നമ്മുടെ ബേസ് പോകുമെന്ന് പറഞ്ഞു. പിന്നീട് അത്തരത്തിലൊരു ശ്രമം ഉണ്ടായത് ഇപ്പോഴാണത് ശ്രീ പിണറായി വിജയനാണ് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്തരാള ഘട്ടത്തിലെ ആവശ്യം കൊണ്ടോ അത്തരത്തിലൊരു ഐക്യത്തിനായിട്ട് അയ്യപ്പ സംഗമം വഴി
വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ടും NSS SNDP ഐക്യത്തിന് വേണ്ടിയുള്ളൊരു ശ്രമം പോലെ അവിടെ വന്നെങ്കിലും പിന്നീട് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടുകയും അതിനുശേഷം അദ്ദേഹം ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞപ്പോൾ അത് BJPക്ക് വേണ്ടിയുള്ളൊരു ഐക്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ പുറകോട്ട് പോവുകയും ഞങ്ങൾ സമദൂരത്തിലാണ്, അല്ലാതെ അതുപോലെ തന്നെ ശരിദൂരത്തിലാണ് എന്നും പറഞ്ഞ് ഈ ഐക്യത്തിൽ നിന്നും വളരെ ദൂരത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇനിയും ഐക്യം നടക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ പലയിടത്തായി നോർത്ത് ഇന്ത്യയിലേക്ക് നടന്ന് അത് കേരളത്തിലേക്കും വരുന്നത്. ഇപ്പൊ കേരളത്തിൽ അവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അതായത് ഞാൻ ചോദിക്കുന്നത് ഏത് അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? അത് ഞാൻ ഇന്നലെ പിന്നെ എൻ്റെ പ്രദേശത്തിനടുത്ത് ഇടവക്കോട് വാർഡിൻ്റെ ഈ ഇത്തരത്തിലൊരു ഏകതാ സമ്മേളനം കാണാനിടയായി. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശക്തി എത്രത്തോളം, ഞാൻ വിചാരിച്ചു സാധാരണഗതിയിൽ ഈ NSSൻ്റെയും SNDPയുടെയൊക്കെ ഒരു വാർഡിലെ യോഗം എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു 50 പേര് 100 പേര് ഒക്കെ കാണുമെന്നാണ് വിചാരിച്ചത്. അതുപോലെ ചിലപ്പോൾ ഒരു 10-200 പേര് കണ്ടേക്കാന്നാണ്. അതിശയിപ്പിക്കുന്ന വിധത്തിൽ 1500-2000 പേരുടെ ഒരു വലിയ സദസ്സ്, അത്രയും പേർ ഇതിനു വേണ്ടി വന്നു. അതായത് ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് നിന്ന് മാത്രം, ഒരു വാർഡിൽ നിന്ന്, അതായത് അവിടെ 2500-3000 വീടുകളാണ് ആ മാക്സിമം ഉണ്ടാകുക. അപ്പൊ ഏതാണ്ട് ഒരു വീട്ടിൽ 2 പേരോ ചിലപ്പോൾ 2 പേരും 3 പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് വന്നിരിക്കാം. എന്തായാലും അത്രയും ഒരു പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ അവിടെ വരാൻ യാതൊരു വിധത്തിലുള്ള മറ്റൊരു സംഘടനയാണെങ്കിൽ ഉള്ള സാധ്യതയും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. യാതൊരു പ്രചാരണ അല്ലെങ്കിൽ പ്രലോഭനങ്ങളോ ഒന്നുമില്ലാതെ അത് തീർച്ചയായിട്ടും ഇവരുടെ വർക്കേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ബന്ധമുള്ളവരാണ് RSSന്റെ പ്രവർത്തകർ. അപ്പം അവരുടെ സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം എന്തായാലും അവിടെ വളരെ ഭംഗിയായിട്ട്, ഞാനിത് ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പം വേറെ പലരും പറഞ്ഞത് തിരുവനന്തപുരത്ത് തന്നെ ഇത് പല സ്ഥലങ്ങളിൽ നടന്നത് വലിയ പിന്നെ ആൾക്കൂട്ടത്തോടു കൂടിയാണ് നടത്തിയതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരാളിത് ഉദ്ഘാടനം ചെയ്യാൻ വേറൊരു സ്ഥലത്ത് പോയ ആളും എടുത്ത് പറഞ്ഞു, ഞാൻ പോയ 1-2 വാർഡുകളിൽ എന്നെ അതിശയിപ്പിച്ചു, 1500-2000 പേര് താങ്കൾ പറഞ്ഞ പോലെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവർ വാർഡുകൾ തോറും ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല, അത് ആ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാത്തിൻ്റെയും പ്രതിനിധികളുണ്ട്. NSSന്റെ പ്രതിനിധിയുണ്ട്, SNDPയുടെ പ്രതിനിധിയുണ്ട്, ബ്രാഹ്മണ സഭയുടെ പ്രതിനിധിയുണ്ട്, പിന്നെ തണ്ടാർ സമുദായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ പ്രതിനിധിയെ കണ്ടു, സാംബവ സമുദായം എന്ന് പറഞ്ഞ് കണ്ടു, യാദവ സമുദായം. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സമുദായങ്ങൾ തന്നെ ഇവിടെയൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ ഈ പിന്നെ പാത്ര നിർമ്മാണത്തിന്റെ മൺപാത്ര നിർമ്മാണ ഇതിന്റെ സമുദായം, ആശാരിമാരുടെ സംഘടന, ഇതിന്റെയൊക്കെ പ്രതിനിധികളെ അവർ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വളരെയേറെ നീണ്ടു നിന്ന പ്രസംഗം ഈ ഓരോരുത്തരും നടത്തുകയും ഒക്കെയാണ്. ചെറിയ ചെറിയ പ്രസംഗങ്ങളാണെങ്കിൽ പോലും ഏതാണ്ട് വളരെ ഏറെ നേരം നീണ്ടു നിന്ന ഈ പരിപാടിക്ക് വലിയൊരു സദസ്സ് അങ്ങനെ നിൽക്കുന്നത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വെൽ പ്രിപ്പയർഡ് എന്ന് മാത്രമല്ല ഡീപ്പ് റൂട്ടഡ്. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഐക്യങ്ങളൊക്കെ മുകൾ തട്ടിലായിരുന്നു. ഇപ്പോൾ മന്നത്ത് പത്മനാഭനും ആശങ്കറും നടത്തിയതായാലും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും നടത്തിയതായാലും ടോപ്പിൽ നിന്നാണ്. അപ്പം അതിന് താഴേക്ക് പോകാവുന്നതിനൊരു ലിമിറ്റുണ്ട്. ഇത് താഴേന്ന് ചേർത്ത് വരുന്ന ഒരു ബേസ്മെന്റിൽ നിന്നുകൊണ്ട് വരുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലയിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് 23,600 ചിലാനും വാർഡുകളിലും കേരളത്തിൽ ഈ 2-3 മാസത്തിനകം നടത്തിയിരിക്കും എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ 23,612 വാർഡുകളാണുള്ളത്. മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഗ്രാമപഞ്ചായത്ത് ആയാലും ബ്ലോക്ക് പഞ്ചായത്ത്, ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും വാർഡുകളുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം ഇത് നടത്തും. അതുപോലെ പല സ്ഥലങ്ങളിലും മറ്റു വിഭാഗക്കാരെ കൂടെ ഇതിനകത്ത് യോജിപ്പിച്ച് നിർത്തുന്നതിനും തെറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഹിന്ദു ഐക്യം നടക്കുമ്പോൾ അവിടെ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയൊക്കെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നതിലും തെറ്റില്ല എന്നുകൂടെ പറയുന്നുണ്ട്. ശരി. എന്ന് വെച്ചാൽ ഇത് ആർക്കും ശല്യം ഉണ്ടാക്കുന്നതിനല്ല, ആർക്കും ദ്രോഹം ഉണ്ടാക്കുന്നതിനല്ല, പക്ഷെ ഞങ്ങളുടെ ഐക്യത്തിനാണ്, ഞങ്ങൾ ഒന്നിച്ചു പോകുന്നതിനാണെന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നതിനും കൂടെയാണ് എന്നാണ് അത് പറയുന്നത്. അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ദ്രോഹം ഉണ്ടാക്കാനല്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ പോകുന്ന ശൈലി കുറേ നാളായിട്ട് കേരളത്തിൽ നടക്കുന്നു, ഇന്ത്യയിൽ വളരെ നാളായിട്ട് നടക്കുന്നു. അതിനൊരു മാറ്റം വരണം. കാരണം ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, മുമ്പൊക്കെ രാജഭരണകാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തനിക്ക് എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അത് വ്യക്തിപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി കൂടെ
രാജഭരണ സ്ഥലങ്ങളിൽ പോയി സ്ഥാപിക്കുകയാണ്. പക്ഷേ ജനായത്ത ഭരണം വന്നപ്പോൾ കൂട്ടായ്മയ്ക്കും ഒന്നിച്ചു നിൽക്കുന്നവർക്കും മാത്രമേ ഗുണമുള്ളൂ എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു, വളരെ വൈകിയാണെങ്കിൽ. ഓക്കെ. അല്ല, ഇത് ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ ഈ ഇത്തരത്തിൽ സംഘപരിവാർ അവരുടെ സംഘടനകളുടെ പരിശ്രമം നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ മറ്റ് സംഘടനാ പ്രവർത്തകങ്ങൾ പലപ്പോഴും RSSനോട് മുഖം തിരിച്ച് നിന്നിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണോ? ഇതിപ്പോൾ NSS, SNDP തുടങ്ങിയവരുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ? അവരുടെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ അത്തരത്തിലുള്ള ടോപ്പിൽ നിന്നുള്ള ഒരു ശ്രമമല്ല ഇത്. ഫ്രം ദ ബോട്ടം, ഗ്രാസ് റൂട്ട് ഒരു അലൈൻമെന്റ് ആണ് ഇതിനകത്ത് അവർ നടത്തുന്നത്. അതാണ് എനിക്കത് പ്രത്യേകമായിട്ട് തോന്നുന്നത്. കാരണം ടോപ്പിലാണെങ്കിൽ എന്നായാലും ടോപ്പിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മലർത്തിയടിക്കാനുള്ള ഒരു ശ്രമം ഇന്ത്യയിൽ, കേരളത്തിൽ വിശേഷിച്ചുണ്ടാവും. അത് ഫലിക്കുകയും ചെയ്യും. പക്ഷേ ഈ ബോട്ടം ലെവലിൽ നിന്ന് ഞാനും എൻ്റെ അയൽക്കാരനും നമ്മൾ ഇത് എത്ര സ്ഥലത്ത് പോയി നമ്മളിത് തകർക്കും. 23,000 ചിലവാനും ചെറിയ യോഗങ്ങൾ നടക്കുന്നത് 1000-ന്റെയും 2000-ന്റെയും ആൾക്കാരുടെ യോഗം നടക്കുന്നത് തകർക്കാൻ പോയാൽ തകരില്ലത്. അത് തകർക്ക് അത്ര എളുപ്പവുമല്ല. അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു അനൈക്യം ഇല്ലാതെ ആക്കുക, ഐക്യത്തോടെ മുന്നോട്ട് പോവുക, യൂണിറ്റി സ്ട്രെങ്ത് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഗ്രസീവായിട്ടുള്ളോ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളോ ഇതിൽ വരുന്നു? അതാണ് ഞാനും നോക്കിയത്. പക്ഷെ അത്തരം ഒരു കാര്യങ്ങളുമില്ല, അത്തരം ഒരു കാര്യങ്ങൾ അവർ പറയുന്നുമില്ല. അടിസ്ഥാനമായ കാര്യങ്ങൾ, സനാതന ധർമ്മം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ആ സനാതന ധർമ്മത്തിൻ്റെ പേര് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നെ സുരക്ഷയും എല്ലാവരുടെയും ഐക്യവും ഒക്കെ നിലനിർത്തുന്ന വിധത്തിൽ മറ്റാർക്കും ദ്രോഹം വരാതെ എന്നുകൂടെ അതിനകത്ത് പ്രത്യേകം പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അല്ല, ഇതിപ്പോൾ നോക്കുമ്പോൾ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് സംഘപരിവാർ സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എങ്കിൽ ഇതിനൊരു രാഷ്ട്രീയ നിറം പകരുവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, ഈ വന്നവരിൽ സ്വാഭാവികമായും ഒരു വാർഡിൽ നിന്നും 1000, 1500 പേർ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരും ഉണ്ടാകും. തീർച്ചയായും. അപ്പോൾ നിലവിൽ അതിന് രാഷ്ട്രീയ നിറമൊന്നും കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിറമേ കൊടുക്കാതെ ഇതൊരു ഹിന്ദുവിന്റെ ഐക്യം, അതായത് മുസ്ലിമിന് ഇത്തരത്തിലുള്ള ഐക്യങ്ങളുണ്ട്, ക്രിസ്ത്യാനിക്ക് ഇത്തരത്തിലുള്ള ഐക്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മാത്രം അത്തരത്തിലൊരു ഐക്യമില്ല എന്ന് പറഞ്ഞ് അവർക്ക് ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അവിടെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഇപ്പോൾ പറഞ്ഞ അത് നമ്മൾ അന്ന് പറയുകയും ചെയ്തു, അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഇത്തരം ഏതെങ്കിലുമൊക്കെ മൂവ്മെന്റുകൾ നമ്മളന്ന് പറഞ്ഞത് ഹിന്ദു സമാജം അതുപോലുള്ള ചില പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ ഉയർന്നു. പക്ഷെ ഇത് അങ്ങനെ ഒരു സംസ്ഥാന തലത്തിലൊരു സമാജമോ ഒന്നുമല്ല. പക്ഷെ എന്നാൽ ഇതിനൊരു സ്ട്രക്ചറൽ ഫോം ഭാവിയിൽ വന്നുകൂടായികയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ ആശങ്കപ്പെടുത്തേണ്ടതില്ല, അല്ലെങ്കിൽ അതല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി പറയുന്നതായിരിക്കണം. അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ക്രിസ്ത്യാനികളിൽ നിന്നോ ആരെങ്കിലും ഒക്കെ വരണമെങ്കിൽ വരാം, അതിന്റെ ഭാഗമാകുന്നതിന് കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. പല സ്ഥലത്തും അങ്ങനെയാണല്ലോ. ഇപ്പോൾ പിന്നെ മുസ്ലിം ചില സ്ഥലങ്ങളിൽ അവർ യോഗം നടക്കുമ്പോൾ രഹസ്യമായിട്ട് നടത്തുന്നു. അവിടെ സംസാരിക്കുന്നത് പുറത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതായിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള യാതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് തുറന്ന വേദിയിൽ ഒരു വഴിയുടെ വക്കിൽ കൂടെയാണ്. ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു റോഡുണ്ട്. ആ റോഡിന്റെ സൈഡിൽ നിന്നാണ് ഈ മൈക്ക് വെട്ടിവെച്ച് ഇത്തരം കാര്യങ്ങൾ. അതിനകത്ത് പ്രകോപനപരമായ യാതൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, മറ്റ് മതവിഭാഗങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. മുസ്ലിം അങ്ങനെ ആയതുകൊണ്ട്, ക്രിസ്ത്യാനി ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സംഘടിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് നമ്മളിൽ ഇത്ര നാളുണ്ടായിരുന്ന അനൈക്യത്തിന്റെ വേരുകൾ ഇന്നതൊക്കെയാണ്, അത് മാറ്റി നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് ഞാൻ കണ്ടത്. അല്ല, ഇതിപ്പോ ഞാൻ വേറെ ചിലരോട് ചോദിച്ചപ്പോഴും അവരുടെയൊക്കെ സ്ഥലങ്ങളിൽ നടന്നതും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചർച്ചയാക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ തോന്നി. ഇത് കേരളത്തിൽ എല്ലാ വാർഡുകളിലും, അതായത് 612 തീർച്ചയായിട്ടും. കാരണം അവിടെ എല്ലായിടത്തും ഹിന്ദു ഉണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട്, ചിലയിടത്ത് ഇത്ര ആൾ വരണമെന്നില്ല, അതിൽ കുറവായിരിക്കാം. ഇടവക്കോട് എന്ന് പറയുന്നത് ഇപ്പം ആ വാർഡിൽ BJP ജയിച്ചൊരു സ്ഥലം കൂടെയാണ്. അപ്പൊ അവിടെ അവർക്ക് കുറച്ചുകൂടെ ഗ്രിപ്പുണ്ട്. പക്ഷെ ഇത് രസമതല്ല. ഈ വാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 40-45 വർഷമായിട്ട് LDFന്റെ കയ്യിലായിരുന്നു. എന്നിട്ടും ഇത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് LDF ഇത്തവണയാണ് അത് LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്നുള്ളത്. ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു. ഒരു സ്വാതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി
പിന്നെ IAS പഠിക്കുന്ന ഒരു കുട്ടിയാണ്, Okay. ബോക്സറും എല്ലാം, പിന്നെ ജൂഡോയോ അതിൻ്റെയൊക്കെ ആ മിടുക്കിയുടെ കയ്യിലുണ്ട്. അത്ര ഡൈനാമിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ആ കുട്ടി ഏതാണ്ട് 40 വോട്ടിനെ അടുപ്പിച്ചാണ് കഷ്ടിച്ച് ജയിച്ചത്. വളരെ Okay. പാടുപെട്ട് ജയിച്ച ഒരു സീറ്റാണെന്നാണ് ഓക്കെ. പറയുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ ഈ സാധനം കണ്ടത്, ഈ ഹിന്ദു ഐക്യ ഒരു സെമിനാർ, അല്ല, ഞാൻ ഏകതാ സെമിനാർ. ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം, ഇത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ചില ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നൊക്കെ ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ തന്നെ ഫക്രുദ്ദീൻ അലി ഒരു നിരീക്ഷണം പറഞ്ഞിരുന്നു, വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം പറഞ്ഞിരുന്നു. ഈ UDF-ലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലേക്ക് ഇസ്ലാമിസ്റ്റുകളുടെ കടന്നുകയറ്റമുണ്ട്. അത് അണികൾക്കിടയിലേക്ക് കടന്നു കയറുന്നു, നേതാക്കൾക്കിടയിലേക്കും കുറേയേറെ സന്ദേശങ്ങൾ കടത്തിവിടുന്നു, അവരുടെ സ്വഭാവത്തിൽ തന്നെ കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരുന്നു. ഇത്തരത്തിലുള്ളൊരു മാറ്റം ആ പാർട്ടിയുടെ തന്നെ സ്വഭാവത്തിൽ ആകമാന മാറ്റത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇത് UDF-നെ ബാധിക്കും. ഇവർ വളരെ അഗ്രസീവായി ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടാകുന്നത് അവർ നിയന്ത്രിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ ഹിന്ദുക്കൾ വളരെ ശക്തമായി സംഘടിക്കുവാനും അവർക്കെതിരെ രാഷ്ട്രീയമായും മറ്റുമൊക്കെ തന്നെ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കണം, കുറെ കൂടി ഇൻക്ലൂസീവായി പോകാനുള്ള ശ്രമം നടത്തണം, ഇസ്ലാമിസ്റ്റുകളെ അകറ്റി നിർത്തണം, തീവ്ര നിലപാടുകാരെ മാറ്റി നിർത്തണം, അതൊക്കെ നടക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഈ ആൾക്കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും പേര് കൂടുന്നെങ്കിൽ അതിലൊരു ഉൾപ്രേരണ ഇല്ലാതെ കൂടാൻ പറ്റില്ല. അതെ. ഇപ്പം ഞാൻ ഒരാളെ പോയി വിളിച്ചാൽ അയാൾ ചിലപ്പോൾ വഴിപാടിന് വന്നിരിക്കും, അത് കുറച്ച് നേരം നിന്നേച്ച് അവരങ്ങ് പോവും. അത് അത്രയും അധികം ആൾക്കാരെയും സംഘടിപ്പിക്കാൻ കഴിയില്ല. ഇത്രയും അധികം ആൾക്കാർ ഒരു പ്രദേശത്ത് വരുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഞാൻ മറന്നുപോയ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു തെറ്റുതിരുത്തലാണ് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അതാണ് അതിന്റെ പ്രസക്തി. അല്ല, ഞാൻ എന്നെ അതിശയപ്പെടുത്തുന്നത് അതൊരു പക്ഷേ ഈ ഫക്രുദ്ദീൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പുറമെ അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് മാത്രം ഒരിക്കലും ഒരു ആനുകൂല്യം ഈ ഹിന്ദു എന്ന് പറഞ്ഞ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതാണ്ട് ദ്രോഹമായിട്ടാണ് പറയുന്നത്. അതെ. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിലൊരു വർഗീയ ചിത്രമാണ് കാണുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി തന്നെ 2 കേസുകൾ ഹിന്ദുത്വ ഈ വാക്കുകൾ ഇലക്ഷൻ ഉപയോഗിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോവുകയുണ്ടായി. 95-ലാണ് ഒരു വിധി വന്നത്. അത് അന്ന് സുപ്രീം കോടതി സുവ്യക്തമായിട്ടൊരു ഓർഡർ ഇട്ടു, ഇത് ഹിന്ദുത്വ എന്ന് പറയുന്ന വേ ഓഫ് ലൈഫാണ്, അതൊരു ജീവിത ചര്യയാണ്, ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവുമാണ്, അതിനകത്ത് യാതൊരു പൊളിറ്റിക്സും ഇല്ല, അല്ലെങ്കിൽ ഒരു റിലിജിയനും ഇല്ല, അത് പൊളിറ്റിക്സിൽ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഇവർ പറഞ്ഞ് ജനപ്രാതിനിധ്യ നിയമം 1951-ലെ 123 വരെ ആണെന്ന് തോന്നുന്നു, 3 പ്രകാരം എങ്ങാണ്ടാണ് അത് ഒബ്ജക്ഷണബിൾ ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം പറഞ്ഞാൽ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു ഡിവിഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഹിന്ദു എന്നുള്ള പേരുകൾ നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ അതിങ്ങനെ നടന്നു വരവേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും ഇതേ പെറ്റീഷൻ ഇതിനെ റിവ്യൂ ചെയ്യാനായിട്ട് പോയി. അത് 7-അംഗ ബെഞ്ചിന്റെ മുമ്പിലാകെ വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പൊ അത് കുറെ കൂടെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അത് ഇതൊന്ന് തകർക്കാൻ വേണ്ടി കൂടെയാണ്. പക്ഷെ അന്നും സുപ്രീം കോടതി പറഞ്ഞത്, ഇത് റിവ്യൂ ചെയ്യുന്ന ഞങ്ങൾ ഇതിനൊരു റീവിസിറ്റ്, ഈ 1995-ലെ വിധിക്ക് ഒരു റീവിസിറ്റിന് തയ്യാറല്ല. അത് ഹിന്ദു എന്നോ ഹിന്ദുത്വ എന്നോ പറയുന്നത് കൊണ്ട് ഒരു വിധത്തിലും അതൊരു കമ്മ്യൂണൽ ആകുന്നില്ല. ഓക്കെ. വളരെ വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു വിധിയാണ്. ഞാൻ അങ്ങയുടെ ഒരു കാര്യത്തിൽ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചില കണക്കുകൾ ഞാൻ പറയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റമുണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ UDF-ന് 38.81% വോട്ട് ലഭിച്ചു. നേരെ മറിച്ച് LDF-ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33.4% തോന്നുന്നു. 5% ഡിഫറൻസ്. അതെ, 14.7% വോട്ടാണ് NDA-ക്ക് കിട്ടിയത്. അപ്പോൾ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ പരിശോധിക്കാനുള്ള കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ 23,612 വാർഡുകളിൽ ഇവർ സംഗമം നടത്തുന്നു. അവിടെയെല്ലാം വലിയ ജനപങ്കാളിത്തം. ഈ പെർസെൻറ്റേജിലെ മാറ്റത്തിന് അത് കാരണമാകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഭാവിയിൽ തീർച്ചയായിട്ടും അത് കാരണമാകും. അതല്ലെങ്കിൽ അവർക്കും ചില നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും.
ഉം. എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ എല്ലാവരും BJP തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, പക്ഷേ ആ, ഹിന്ദുവിന് ഗുണകരമായി നിൽക്കുന്ന ഒരു നിലപാട് നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാകും എന്നാണ് എനിക്ക് RSSനും പലപ്പോഴും അങ്ങനെ ഒരു ഇപ്പൊ എല്ലാ വോട്ടും BJPക്ക് എന്ന് പറയുന്ന ഒരു ശൈലി അവർക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉം, ഉം, അവരും ഉദ്ദേശിക്കുന്നത് ഒരു ഏകത എന്നുള്ള ഒരു സംഗതി വേണം. ഉം. അതായത് നാളെ മറ്റുള്ളവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ എനിക്കും കിട്ടേണ്ടത് കിട്ടണമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് BJPയോടും അടക്കം പറയാനുള്ള ഒരു വോയിസ് ഈ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ പരക്കെ ഒരു അഭിപ്രായമുണ്ട്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതായത് വളരെ നിസാരന്മാരായി കണ്ട് അവഗണിച്ച് തള്ളുന്ന ഒരു രീതിയാണ് അതിപ്പോ അതെ, അതെ. ഹിന്ദുക്കളല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഹിന്ദു നേതാവാണെങ്കിൽ ഞാൻ അങ്ങ് അവഗണിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കുന്നു. അത് കാരണം എനിക്ക് വോട്ട് കിട്ടണം, മറ്റു വിഭാഗങ്ങളിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ബിലോങ് ചെയ്യുന്ന സമുദായക്കാർ അല്ലെങ്കിൽ അവിടെ ഡിവൈഡ് ചെയ്താൽ മതി, നിങ്ങളെ ഭിന്നിപ്പിച്ചാൽ മതി, വോട്ട് കിട്ടും. ഓക്കെ, ആ നിൽക്കുന്നത് ഒരു ഈഴവ കാൻഡിഡേറ്റ് ആണ്, അവനെ തോപ്പിക്കണം എന്ന് പറഞ്ഞാൽ നായർ ഇറങ്ങുന്ന അവസ്ഥ. തിരിച്ച് ഇത് നിൽക്കുന്ന ഒരു നായരാണ്, അത് ഈഴവനോട് പറയാണ് ഇവരെ തോപ്പിച്ചില്ലെങ്കിൽ നിന്നെ അവർ കശാപ്പ് ചെയ്ത് കളയും എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ ഇവരുടെ വോട്ടുകൾ പരസ്പരം ഫിറ്റ് ചെയ്യുക, ഇവരെ പരസ്പരം കടിച്ചു കയറാനുള്ള അവസരമാക്കി മാറ്റുക. അങ്ങനെ ഇൻക്ലൂസീവിന് പകരം അവരെ വിഘടിപ്പിക്കുന്ന ഒരു ശൈലിയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. നമുക്കറിയാമല്ലോ, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഞാനിപ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല, എല്ലാ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് നായരാണ്, അല്ലെങ്കിൽ ഇഴവനാണ്, അല്ലെങ്കിൽ മറ്റൊരു ആചാര്യയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ശൈലി. അതിന്റെ ഫലമായിട്ട് മറ്റു പലർക്കും വിജയിക്കാൻ കഴിയുക, അവരെ കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് കൊണ്ടുവരികയും ഇവര് ഭിന്നിച്ചു പോയതിന്റെ ഫലമായിട്ട് ആ വോട്ട് കുറയുകയും ചെയ്യുക. എന്നിട്ട് മറ്റ് പല വിഭാഗക്കാരും ഇവരുടെ വോട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് ജയിക്കുകയും ചെയ്യുന്നു. കാരണം അവിടെ ന്യൂനപക്ഷമാണ് ഇവര്. ആ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് സൗത്തിലെ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷമായിരിക്കുന്നവർ തന്നെ വിജയിക്കുകയും ഭൂരിപക്ഷമായിരിക്കുന്നവർ പരാജയപ്പെടുകയും ചെയ്യുന്ന നിരന്തരമായ അവസ്ഥ. ആ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പലരിലും ചില ഉൾക്കാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ടും യൂണിറ്റി ഉണ്ടായിട്ടില്ല പൂർണ്ണമായിട്ടും. അത് ഇനിയും അങ്ങനെ വരണമെന്നില്ല. പക്ഷേ കോമൺ കോസിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കുമെന്ന് തോന്നിയാൽ തന്നെ LDF ആയാലും UDF ആയാലും BJP ആയാലും ഒരു പൊതു തത്വം, ഇപ്പൊ ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത അതാണ്, ഒരു പൊതു തത്വം ഉണ്ടായാൽ അവർ അംഗീകരിക്കും. എല്ലാവർക്കും കൊടുക്കുന്ന ഏതാണ്ട് ഒരുപോലത്തെ ഷെയർ ആണെന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നെ വിരോധമൊന്നും വരാൻ കഴിയില്ല. ഒരു അൺഡ്യൂ ഫേവറിലേക്ക് പലപ്പോഴും ഹിന്ദുവിന്റെ ആവശ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ ചിലയിടത്ത് വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ സൗത്ത് ഇന്ത്യയിലും കേരളത്തിലൊന്നും അത്തരം ഒരു ഡിമാൻഡ് അവരുടെ കാലത്തും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കുള്ള ഷെയർ കുറയരുത് എന്ന് പറയുന്നതല്ലാതെ അയാൾക്ക് കൊടുക്കേണ്ടത് വെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടായിട്ടില്ല. അത് പലപ്പോഴും മറ്റു പല മതവിഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഐക്യത്തിന് കാരണമെന്നും എനിക്ക് തോന്നുന്നു. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഈ ഹിന്ദുക്കളാണ് ഏറിയ പങ്കം. അപ്പോൾ അവർ അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം അത് പോയി കഴിഞ്ഞാൽ അപകടമാണ്. അല്ല, അതിനുള്ള സാധ്യത കുറവാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 5000 വർഷത്തെ ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഓരോ ജീനിലും ഉണ്ട്. അത് അഹിംസയുടെ ഒരു കണികയാണ്. മറ്റുള്ളവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ ഒരു സനാതന ധർമ്മത്തിന്റെ ഒരു കണിക അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദുവിന് ഒരു സെക്കുലർ ആകാനും ഹിന്ദുവിന് പലപ്പോഴും ഡെമോക്രാറ്റിക് ആവാനും മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിയുന്നത്. അത് നിലനിന്ന് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്ത വിഷയം. അതായത് ഒരു ഹിന്ദു ഏകീകരണ ശ്രമം നടക്കുകയാണ് സംസ്ഥാനത്തുടനീളം. ഇതര സംസ്ഥാനങ്ങളിൽ നടന്നതിന് സമാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഇതിനൊരു രാഷ്ട്രീയ നിറമില്ല. മറ്റ് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെയുള്ള പ്രവർത്തനമല്ല. ഹിന്ദുക്കൾക്ക് ഇടയിലെ അനൈക്യം ഒഴിവാക്കി ഒരു ഐക്യമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് വഴി തുറക്കുകയാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം എന്നും ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുകയാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പങ്കാളിത്തമാണ്. 23,612 വാർഡുകളിലും, കേരളത്തിലെ 23,612 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലും ഈ സംഗമം, ഈ സമ്മേളനം സംഘടിപ്പിക്കുവാനാണ് സംഘാടകരുടെ പദ്ധതി. അങ്ങനെ ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തി മുന്നോട്ട് പോവുക. നമുക്കറിയാം NSS, SNDP,
ഐക്യശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് കരുത്ത് പകർന്നത്, പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്നും അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരിട്ട് അനുഭവപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചത് എന്നുകൂടി ഇവിടെ ഊന്നി പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ഐക്യം നല്ലതിന് വേണ്ടിയാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഐക്യം വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ ക്ഷുദ്ര പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാകരുത് എന്ന അപേക്ഷയുമുണ്ട്. ഐക്യം നല്ലതാണ്, ഐക്യമത്യം മഹാബലം എന്നുള്ളതാണല്ലോ. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.